ഞാൻ എൻ്റെ ഫാമിലി എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ചേട്ടൻ്റെ ഫാമിലി ചേട്ടൻ. അപ്പോൾ എനിക്ക് ഇതും പാഷൻ ഒരു സൈഡിൽ, വീട്ടിലെ വരുമാനം വേറെ സൈഡിൽ, അനിയൻ പഠിക്കണം. കുറേ നടന്നു കുറേ ഷോസിന് പിന്നാലെ, റിയാലിറ്റി ഷോയ്ക്ക് പിന്നാലെ നടന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒന്ന് കയറിപ്പറ്റി ഞാൻ കയറിപ്പോളാം. പക്ഷെ അത് കയറാനുള്ളൊരു യോഗം ഉണ്ടായില്ല. എനിക്ക് എൻ്റെ ഫാമിലിനേക്കാളും എൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ചുറ്റുപാടുള്ള ആൾക്കാരെക്കാളും എനിക്കൊരു സപ്പോർട്ട് തന്നത് ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ കണ്ടിട്ടില്ലാത്ത, ഞാൻ ഇതേവരെ നേരിട്ട് കണ്ടത് കുറേ നെയിമുകളും കുറേ പിക്ചേഴ്സുകളാണ്. എന്നെ ഒന്നിനും ഇതൊരു ബോഡി ഷേമിങ് ചെയ്ത്, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ ചെയ്തപ്പോൾ എന്ത് വെറുപ്പിക്കലാടി എന്നൊക്കെ പറഞ്ഞവരുടെ മുന്നിലേക്ക് അവർ സ്റ്റോറി ഇടുന്ന രീതിയിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ വീഡിയോസ്. ഈ തുടക്ക സമയത്ത് അത്ര തിരക്കുള്ള സമയമായിരിക്കുമല്ലോ, ആ സമയത്ത് എങ്ങനെ ഇത്രയും ഡയലോഗ് എഴുതി വെക്കും? ആദ്യം ഡയലോഗ് എഴുതി വെക്കും, എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് വെക്കും. പണി എടുക്കുന്നുണ്ടാവല്ലോ നമ്മള്, ഒന്നിനും വീട്ടിൽ പണിയാണ്, പുറത്ത് പണിയുണ്ടാവും. അപ്പൊ നമ്മള്, എനിക്ക് ഇതാണല്ലോ ഇഷ്ടം, പിന്നെ വേറെ എന്താ ഇഷ്ടമുള്ളത്? വീട്, ജോലി, വീട്. പിന്നെ MC ഒക്കെ ചെയ്യാൻ പോകും ഞാൻ അവിടെ. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടം, അതുകൊണ്ട് MC ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ ഇങ്ങനെ ഭയങ്കര ആളുകളെ ചിരിപ്പിക്കുക ഇല്ല, ആദ്യമൊക്കെ ഇല്ല, നോർമൽ വീഡിയോസ് ആയിരുന്നു. സാധാരണ രീതിയിൽ മഞ്ജു മാമിൻ്റെ ഒക്കെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നോർമലായിട്ട് ചെയ്തിടാം. പക്ഷേ പിന്നീട് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ സൈലൻ്റ് ആയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞതാണ് ഇന്ന് ആക്റ്റീവ് ആവാൻ പറഞ്ഞപ്പോഴാണ് ഒരു ചുമന്ന നൈറ്റ് ഒക്കെ ഇട്ട് ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത്. ഒരു സിംഹം, അതൊന്ന് ഭയങ്കര റീച്ചിൽ പോയ എക്സ്പ്രഷൻ അങ്ങനെ കിട്ടുന്നത്. അതിനുശേഷമാണ് ഓക്കെ ഇത് നല്ല രീതിയിൽ വരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഞാൻ കോമഡീസ് എടുക്കാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് കോമഡി ഓഡിയോ ഇല്ല. ഞാൻ ഇപ്പൊ പണ്ടത്തെ പോലെ മനസ്സിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കണ കോമഡി വരുന്നില്ല. എല്ലാവരും അമ്മച്ചി. എനിക്ക് എന്റെ പേരെ വിളിക്കുന്നത് ഇഷ്ടം, അമ്മച്ചി. ചില നോട്ടൊക്കെ എഴുതിയിട്ട് നിങ്ങളുടെ സ്വന്തം അമ്മച്ചി, അങ്ങനെ അമ്മച്ചി, എല്ലാവരും അമ്മച്ചിന്ന് വിളിക്കാം. ഇപ്പൊ ഞാൻ ഓൾറെഡി ബയോയിൽ കണ്ടു ലാലേട്ടൻ, രണ്ടിലും ലാലേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഭയങ്കര ഫാനാണ്, ഭയങ്കര ഇഷ്ടം എനിക്ക്. തല്ല്, ഞാൻ എൻ്റെ ഒരു ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും, തല്ലുണ്ടാക്കും. ഈ സിനിമയോട് ഇഷ്ടമുള്ള അവിടെയുള്ള സിനിമ പല റിലീസ് നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ എല്ലാ പടം, ലാലേട്ടൻ്റെ പടമാണെങ്കിൽ ബുക്ക് ചെയ്ത് ഞാൻ പോയി കാണും. ബാക്കി സിനിമകളായാലും ഞാൻ OTT പ്ലാറ്റ്ഫോം ആണെങ്കിലും അല്ല. ഇപ്പൊ ലാലേട്ടൻ്റെ പടമാണ് ഞാൻ ഫസ്റ്റ് പോയി കാണാം. ബാക്കിയുള്ളവരുടെ പടം കാണില്ല എന്നല്ല പറഞ്ഞത്, ബാക്കിയുള്ളവരുടെ പടവും കാണും. പക്ഷെ എനിക്ക് ഇപ്പൊ തുടരും വന്നപ്പം അതൊരു ഒത്തിരി നാളത്തെ കാത്തിരിപ്പായിരുന്നു. അപ്പം അത് കണ്ടു. പിന്നെ എല്ലാ പടങ്ങളൊക്കെ നമുക്ക് അവൈലബിലിറ്റി ഞാൻ നോക്കും. പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ Fire TV സ്റ്റിക്ക് ഉണ്ട്, അതിൽ വരുമ്പോൾ വരും. പിന്നെ ജോലി ഉണ്ടല്ലോ, അപ്പോൾ ഒന്നും ഇഷ്ടത്തിൻ്റെ ബേസിൽ, മറ്റൊന്ന് നമുക്ക് പറ്റുന്ന രീതിയിൽ. ഈ സപ്പോർട്ട് പലർക്കും കിട്ടാറില്ലേ? കാരണം ഇത്രയധികം ജെന്യൂൻ ആയിട്ടുള്ള സപ്പോർട്ട്, ആൻഡ് ഈ പറയുന്ന നെഗറ്റീവ് ഒന്നും ഇടാതെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുന്ന പറയുന്നത് വലിയ ഭാഗമാണ്. ഞാൻ മിണ്ടണ്ട, എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അവർ ചോദിക്കും. ഇപ്പൊ എന്നാ നീ പോയി, ഇപ്പൊ നീ ഇത് ചെയ്ത് ശരിയായില്ല, എന്നാ നീ പോയി ചെയ്ത് കാണിക്കും. ഞാൻ മിണ്ടിട്ട് ആവശ്യമില്ല. എന്റെ ചേട്ടനൊക്കെ ഒന്ന് ചോദിക്കണ പോലെയാണ്, എന്നാ നീ ചെയ്ത് കാണിച്ചിട്ട് ചേച്ചിയെ കാണിച്ചു കൊടുക്കും. അപ്പൊ അതൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് വേണ്ടിയിട്ട് ദേ ആർ ടോക്കിംഗ്, റൈറ്റ്? ഈ തുടക്ക സമയത്ത് അത്ര തിരക്കുള്ള സമയമായിരിക്കുമല്ലോ, ആ സമയത്ത് എങ്ങനെ ഇത്രയും ഡയലോഗ് എഴുതി വെക്കും? ആദ്യം ഡയലോഗ് എഴുതി വെക്കും, എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് വെക്കും. 4-5. പിന്നെ കണ്ണാടിയുടെ സൈഡിൽ അവിടെ ഒട്ടിച്ച് അതിങ്ങനെ നോക്കും. പണി എടുക്കുന്നുണ്ടാവല്ലോ നമ്മള്, ഒന്നിനും വീട്ടിൽ പണിയാണ്, പുറത്ത് പണിയുണ്ടാവും. അപ്പൊ നമ്മള്, എനിക്ക് ഇതാണല്ലോ ഇഷ്ടം, പിന്നെ വേറെ എന്താ ഇഷ്ടമുള്ളത്? വീഡിയോ എടുക്കുക. ഇപ്പൊ ഫാമിലി ഒന്നും ഇല്ലാത്തപ്പോ ഇതന്നെയല്ലേ ഉള്ളൂ പണി. പിന്നെ എനിക്ക് ഇപ്പൊ പുറത്ത് പോകാനോ, എന്നെ കണ്ടാൽ മനസ്സിലാവും ഞാൻ ആ രൂപക്കൂടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആളാ. ആ വീടിൻ്റെ ഉള്ളിൽ ഞാൻ പുറത്തേ പോവില്ല. വീട്, ജോലി, വീട്. പിന്നെ MC ഒക്കെ ചെയ്യാൻ പോകും ഞാൻ അവിടെ. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടം, അതുകൊണ്ട് MC ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോമഡി ആയിട്ടൊക്കെ ഇപ്പൊ അവിടെ ഞാൻ അവിടെ എഡ്മണ്ടൺ ഞങ്ങള് നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ MC ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് വൈബായിട്ട് നിൽക്കാൻ ഇഷ്ടമാണ്. ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള MC അല്ല, ചില്ലാക്കിയിട്ട് ഇടയ്ക്ക് ചെന്ന് എന്തുട്ടാ അവിടെ ഇരിക്കണേന്നൊക്കെ പറഞ്ഞ് നോർമൽ രീതിയിലുള്ള ലാംഗ്വേജ് സംസാരിച്ചിട്ട് നിൽക്കാൻ ഇഷ്ടം. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം തോന്നിയത്. അപ്പൊ ഞാൻ അതിനുവേണ്ടി എന്തും ചെയ്യും. പിന്നെ എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് വേണ്ട, ലിപ്സിംഗ് ഒന്നും കറക്റ്റ് ആവാണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ചെയ്യണം. നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇരുന്ന് പഠിക്കും. ഇത് ഇത്രയും പഠിപ്പം പഠിച്ച് നീ നാട്ടുവല്ല സർക്കാർ ജോലി കിട്ടി ഞാൻ ചെയ്യും. പക്ഷെ നമുക്കതിനുള്ള ഇഷ്ടം, അതിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് ഇത്രയും ഡയലോഗ് കാണപ്പെട്ട് പഠിക്കുന്ന ആദ്യ സിനിമ വലിയ പാരഗ്രാഫ്. ഞാനൊരു ദിവസം ഇരുന്ന് എന്താ ബേസിൽ ജോസഫ് പടം ഉണ്ടായിരുന്നു, നമ്മുടെ അജയൻ ക്യാരക്ടറായിട്ടുള്ള അജയൻ പൊന്മാൻ. അതിലൊരു ക്യാരക്ടർ ഉണ്ട്, അതിരുന്ന് ഞാൻ ഇരുന്ന് പഠിക്കാം. എനിക്കത് കിട്ടണേ ഇല്ല. പിന്നെ ആള് ഭയങ്കര അരഗൻസ് അതിൽ കൊണ്ടുവരുന്നുണ്ട്. നീ
തൂങ്ങി മരിക്കണ സമയത്ത് ആ ഒരു ആ ഡയലോഗ്, യെസ് യെസ് അപ്പൊ അത് കൊണ്ടുവരണം. അപ്പൊ ഇതെല്ലാം കൂടെ കൊണ്ടുവരണ്ടേ, മുഖത്ത് മൊത്തം ആ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടുവരണോ, ഡയലോഗ് വേണോ, പഠിച്ച് വയ്യാണ്ടായി. അപ്പൊ എന്നോട് ഇങ്ങനെ നോക്കും, അപ്പുറത്തോടെ പിള്ളേരെ ചേട്ടനൊക്കെ തിന്ന് തീരും. കാരണം ചിലപ്പോ 5 മണിക്ക് കയറിയിട്ട് 8 മണി 9 മണി ആയാലും തീർന്നുണ്ടാവില്ല. ഇത് ഞാൻ ചിന്തിക്കുകയാണ്, ഇപ്പൊ വീട്ടിലാകുമ്പോൾ അവർക്ക് അറിയാം അമ്മയുടെ ഇഷ്ടം അല്ലെങ്കിൽ വൈഫിന്റെ ഇഷ്ടം എന്നറിയാം, അവരൊരു സ്പേസ് തരുന്നുണ്ട്. സ്പേസ് തരില്ല, ചെറുത് നോക്കണല്ലേ ഞാൻ നോക്കിയോട്ടു, അല്ലെങ്കിൽ ഇവർക്ക് അറിയാം. അപ്പൊ അപ്പിത്തു സ്നഗ്ഗി മാറ്റമ്മ അവരതാ സമയത്ത് പറഞ്ഞു വരും ഇതെല്ലാം കൊണ്ട് കറക്റ്റ് കറക്റ്റ് സമയത്ത്. അപ്പൊ ഞാൻ 5 വിളിക്കും, കുറച്ചു നേരം പിള്ളേരെ വിളിക്കും. $200 $200 നമ്മൾ കിട്ടിയാ തരാം. $200 തടി പിള്ളേരെ മാറ്റാന്ന് പറയും. ആൾക്കറിയും ചെയ്യാം ഇതാണ് ആൾക്ക് ഇമ്പോർട്ടന്റ്. അപ്പൊ പക്ഷെ സമ്മതിക്കട്ടെ, അമ്മ കുറച്ചു നേരം ചെയ്തു. എന്നെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ആള് പറയും അവൾ ചെയ്തോട്ടെ നിങ്ങൾ. പിന്നെ ഞാൻ രാത്രി 12 മണിക്കാ ചെയ്യാം. രാത്രി 12 മണിക്ക് എല്ലാവരും ഉറങ്ങി കഴിയുമ്പോ രാത്രി വേഷം കിട്ടിയിരുന്ന് ചെയ്യും. പക്ഷെ അത് ചെയ്യുന്നത് അത്രയും പാഷൻ ഉണ്ടെങ്കിൽ മാത്രല്ലേ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരം ഉറങ്ങാം മടുത്തു എന്ന സാധനം. ഞാനും വെളുപ്പംകാലം പണി വരെ ചെയ്യൂ. എന്നിട്ട് ബസ്സിലാണ് ഞാൻ യാത്ര ചെയ്യാം, ബസ്സിൽ കിടന്നുറങ്ങും. ഓൾറെഡി പ്ലാൻ ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ ഞാൻ ഓൾറെഡി ബയോയിൽ കണ്ടു ലാലേട്ടൻ 2 ലാലേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഭയങ്കര ഫാനാണ്, ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ല്. എൻ്റെ ഒരു ബേസിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും, തല്ലുണ്ടാക്കും. ഓക്കെ. അപ്പൊ അവിടെ ഉള്ളവരൊക്കെ അവർക്കൊക്കെ അറിയാം ഞാൻ ഭയങ്കര ലാലേട്ടൻ ഫാനാണ്. അപ്പൊ അവരിങ്ങനെ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ചിനൊക്കെ പോകുമ്പോൾ ഇവരായിട്ട് അടി ഉണ്ടാവും. നിന്റെ ലാലേട്ടൻ തോടണ്ട പടത്തിന്റെ ഒക്കെ എന്തെങ്കിലും റീച്ച് കുറവൊക്കെ വരില്ലേ, തുടരും കണ്ടുടാ. ഞാൻ ഇവരുടെ കട്ടക്ക് പിടിച്ചു, പക്ഷെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളൊന്നും മിണ്ടില്ല. അവരൊന്നും അങ്ങനെ അത്രക്ക് അവർക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ചൂടാക്കാൻ വേണ്ടി, പക്ഷെ എനിക്ക് നെഞ്ചിനെ കൊള്ളണത്, നെഞ്ചിനകത്ത് എനിക്ക് എന്നെ ഉള്ളി തറച്ച് പോകണ പോലെയാ. അപ്പൊ ഞാൻ പറയും, ഞാൻ ആദ്യം കുറെ പിടിച്ചിരിക്കും, പിന്നെ ചേട്ടന്മാർ 5-6 പേര് കൂടി ചേർന്ന് വരുമ്പോൾ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ പറയും നിങ്ങളൊന്നാണ് ഞങ്ങളുടെ അടുത്ത പടറങ്ങുണ്ട് ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ എനിക്ക് എന്റെ ലാലേട്ടനെ കൊച്ചാക്കണം എനിക്ക് തീരെ പിടിക്കില്ല. അതിപ്പോ ആരായാലും ലാലേട്ടനാണെങ്കിലും മമ്മൂക്ക ഇഷ്ടം ഒരു കൂടുതൽ ലാലേട്ടനോടാണ്. പക്ഷെ മമ്മൂക്കേനൊക്കെ എനിക്ക് ജീവനാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഇവരൊക്കെ തൊടുക എന്ന് പറയാൻ തൊടുക എന്തെങ്കിലും പറയാം, എനിക്ക് എന്നെ തൊടുന്ന പോലെയാ. കണ്ടിട്ടുണ്ടോ നേരിട്ട്? ഇല്ല. ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ ഒരു പെങ്കൊച്ചൊന്ന് കെട്ടിപ്പിടിക്കുന്ന പറയുമ്പോ ഞാനാണെങ്കിൽ കെട്ടിപ്പിടിച്ച് കടിച്ചേനെ. അത്ര ഇഷ്ടം. ഞാൻ പറയും ഞാൻ ബിഗ് ബോസിലെങ്ങനെ ഞാൻ പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ ചെല്ലുമ്പോൾ കെട്ടിപ്പിടിച്ച് കടിക്കും. എനിക്ക് തോന്നുന്നു ഇതും ബിഗ് ബോസിൽ പോകുന്നത് ചിലപ്പോൾ ലാലേട്ടനെ കാണാൻ. എന്നോട് ആദ്യത്തെ അഖിൽമാരാ സീസണിന്റെ അതിൽ ഒരു ചേട്ടൻ വിളിച്ചപ്പം അവൾ പറഞ്ഞ ഞാൻ നിന്നില്ലേലും ചേട്ടാ ഞാൻ വരും, ലാലേട്ടനെ കാണാൻ വേണ്ടി ഞാൻ വരും, കാണാൻ വരും. ഇപ്പൊ ലാലേട്ടനെ കാണാൻ ഇപ്പൊ എന്താ പറയാ, ഞാൻ കടിച്ചേനെന്നൊക്കെ ഞാൻ പറയില്ലേ. അപ്പൊ എന്നോട് പറയും ആ മനുഷ്യൻ നിന്നെ അടുപ്പിക്കത്തില്ല അടുത്തേക്കൊന്നും. എനിക്ക് ഇപ്പൊ ചിലരൊക്കെ വീഡിയോസിൽ കാണുമ്പോൾ ആളെ ഹഗ് ചെയ്യണോ കാണുമ്പോൾ ഞാൻ ആ കമന്റ് ഒക്കെ പറയും അത്രയ്ക്ക് വലിയ സ്നേഹമൊന്നുമില്ല, ഇതൊക്കെ വെറും പോഷാണ്, ഇതൊക്കെ വെറും കാണിക്കൂട്ടിലാണ്. അതായത് എനിക്ക് കുശുമ്പുണ്ടായിട്ട് എനിക്ക് ഇഷ്ടമല്ല വേറെ ആൾക്കാർ പോയി ഇങ്ങനെ, അത് എനിക്ക് കിട്ടുള്ളല്ലോ. എനിക്ക് കിട്ടാത്ത കാരണം മറ്റുള്ളവർക്ക് കിട്ടുന്നത്, അതായത് ആ കാര്യം മാത്രം. വേറെ ഒന്നും ഇഷ്ടമല്ല. അതായത് കൂടുതൽ സ്നേഹിക്കുന്ന കാണുമ്പോ ഒരു കുശുമ്പ് മാനിഫെസ്റ്റ് എന്തായാലും കിട്ടും. ചിലപ്പോൾ ലാലേട്ടന്റെ കൂടെ തന്നെ ഇവരുടെ ഒരു വില്ലൻ വേഷം തുടരും കണ്ട് കണ്ടതല്ല. അന്ന് അത്രയും കുറെ നാളുകൾക്ക് ശേഷം ഒരു ഹിറ്റ് മേക്കർ ആയിരുന്നില്ലേ. ഞാൻ രാത്രി പകലിരുന്ന് കരഞ്ഞ് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആരോടൊക്കെ ഇതൊന്നും തുറന്നു പറയാം. അപ്പം അതായത് നമ്മള് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു ചെറിയൊരു ഡൗൺഫോൾ ഉണ്ടായി കയറി വരുന്നത് കാണുന്നത്, അതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് കാണും. ശരിക്കും കരഞ്ഞു, ഞാൻ ഇരുന്ന് കരച്ചില്ല തന്നെയായിരുന്നു. ഞാനിവിടെ ഏട്ടൻ അടിക്കാനൊക്കെ പോയതാണ്. അപ്പൊ എന്നോട് എന്റെ ചേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലായി നിന്റെ ഏട്ടനാരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഫോട്ടോ അടിക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ ഫോട്ടോ ഒക്കെ അടിക്കണോ, അപ്പൊ ഒത്തിരി കുത്തൂലേ. ഏട്ടൻ നാമ്പോ ചെറിയ വേദന സഹിച്ചാ മതി. എനിക്ക് മനസ്സിലായി നീ എന്തുദ്ദേശിച്ചിട്ടാണ്. അപ്പൊ ഞാനാണോ അല്ലല്ല ഞാൻ ചോദിക്കുന്നത് വിചാരിച്ചു. ഇപ്പൊ റീൽസ് കോണ്ടന്റ് ആണല്ലോ ചെയ്യുക. അപ്പൊ ഞാൻ ആദ്യം പോയിട്ട് യൂട്യൂബിൽ എന്താ ഈ ലൈഫ് സ്റ്റൈൽ ബ്ലോഗിങ് പരിപാടികളും കൂടി ഉണ്ടോ എന്നൊക്കെയാണ് ഞാൻ നോക്കാൻ വേണ്ടി പോയത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതും കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യം. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് വ്ളോഗിങ് വീഡിയോസ് എടുത്തിടാൻ. എനിക്കത് ഇങ്ങനെ ഇഷ്ടം. എന്നിട്ട് ഞാൻ തന്നെ ഇരുന്ന് കാണും, ആരും കണ്ടില്ലെങ്കിൽ എനിക്ക് അത് കുഴപ്പമില്ല. എന്റെ വീഡിയോസ് എന്റെ 100 മില്യണിൽ ഒരു 100 ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ തന്നെ കണ്ടിരുന്നു എനിക്ക് നന്നായി ചെയ്തല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു നിന്റെ വീഡിയോ നീ തന്നെയാ കാണണേ,
അതിന്റെ സന്തോഷം വേറെ. അത് നിർവൃതിയാണ്. നിർവൃതി. നമ്മള് ചെയ്ത ഒരു കാര്യം നന്നായെന്ന് പറയുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുക, ഞാൻ നിർവൃതി അടയാണ്. അതേസമയം ഇങ്ങനെ ഉണ്ടാവില്ലേ, നമ്മള് കാണിച്ച ചില കാര്യങ്ങളൊക്കെ പഴയ വീഡിയോസ് കാണുമ്പോൾ ക്രിഞ്ച് അടിക്കില്ലേ? അയ്യേ, ചിലതൊക്കെ കാണും, അതും ഇരുന്ന് കാണും. അപ്പൊ പിന്നെ ഓവർ എക്സ്പ്രഷൻസ് ആവശ്യമില്ലല്ലോ ഇപ്പത്തെ കാലഘട്ടത്തിൽ. ഇപ്പൊ എല്ലാവരും റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യണതാണ്. അപ്പം ഇപ്പൊ കോമഡി ആണെങ്കിലും വില്ലൻസ് ഒക്കെ ഇപ്പൊ ഭയങ്കര കുറച്ചും കൂടെ പ്രൊഫഷണലായി, സ്റ്റൈലിഷ് വില്ലൻസ് ആയി. അപ്പൊ അതൊക്കെ ഇപ്പം ജോർജ് സാറ് എന്റെ ഭയങ്കര വൈറലായ വീഡിയോ ആണ്. ജോർജ് സാറൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, പ്രകാശ് വർമ്മ. വീഡിയോ കണ്ടിട്ട് സാറ് എന്റെ ശരിക്കും എന്റെ ഫോളോവർ ആയിരുന്നു ഫസ്റ്റ് കാര്യം. ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സാറ് ഹൈപ്പിൽ വന്നത് ആ പടം കഴിഞ്ഞതിന് ശേഷമല്ല, പിന്നെ നമ്മൾക്കിടയിലേക്ക് വന്നത്. അപ്പൊ ഞാൻ ഈശ്വര എന്നെല്ലാവരും കാണുന്നത് ഈ ജോർജ് സാറിന്റെ വീഡിയോ അല്ലേ, ഓഡിയോ ടിക്ടോക്കിൽ ഒരാൾ ചെയ്ത് കിടപ്പുണ്ടായിരുന്നു പടം ഇറങ്ങിയ സമയത്ത്. ഞാൻ ഇതറിഞ്ഞില്ല. അപ്പം ഇത് ഞാൻ എടുത്ത് ചെയ്തു. ആ ചെയ്ത ആൾക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല, അത് വലിയ റീച്ചിന് പോയില്ല. ഞാൻ ചെയ്തു, അത് റീച്ചായി. പക്ഷെ അത് പടം ഇറങ്ങിയ സമയമല്ലേ, കോപ്പി റൈറ്റ്. അപ്പൊ എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് ആദ്യം പിടിച്ചിട്ട് പോയി വീഡിയോസ് മാറ്റാൻ തോന്നുന്നില്ല. കാരണം 40-50K ആയി. കഷ്ടപ്പെട്ട് ഡയലോഗൊക്കെ സിങ്ക് ചെയ്തതാണ്. ചിലരൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തു, കുറച്ച് വൈറലായി. അപ്പം ഞാൻ എന്നിട്ട് കമന്റ് ബോക്സ് ഓഫ് ചെയ്തു, കുറച്ചു നേരം ഹൈഡ് ചെയ്തിട്ടു. പക്ഷെ എനിക്കത് കളയാനുള്ളൊരു മനസ്സായിരുന്നു. കാരണം അത്രയും അപ്രീസിയേഷൻ കിട്ടിയത്, അത്രയും നല്ല രീതിയിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തത്. അപ്പൊ ഒരു ചേച്ചി ഇത് ചെയ്യുന്നത് സിനിമ മീഡിയയോടുള്ള ഒരു ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ ഭഗവാന് ഞാൻ ജീവിതം. അപ്പൊ ഞാൻ സാറിന് മെസ്സേജ് അപ്പൊ ഞാൻ സാറിനെ നോക്കിയിട്ട് പറഞ്ഞു, മെസ്സേജ് അയക്കുമ്പോൾ സാർ എനിക്ക് ഇവനെ ഫോളോ ചെയ്തു. എന്നൊന്നും ഞാൻ സാറ് ഫോളോ ചെയ്തേക്കണം. അപ്പൊ ഞാൻ എല്ലാവരുടെയും സാറിന്റെ ഫോളോ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു, സാർ ഇതാണ്. അപ്പൊ സാർ ആദ്യം തന്നെ നല്ല രീതിയിലും വീഡിയോസ് ഒക്കെ ചെയ്യുന്നു. സാറിന് അത് രജപുത്രയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ. ജോർജ് സാർ ഒരു ഉള്ളിലുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്റെ. കാരണം അത് വീഡിയോ ഭയങ്കര എനിക്ക് ആ വില്ലനില്ലേ, ആ ഒരു സ്റ്റൈലും ആ ഒരു ലിനൻ ഷർട്ടും, ഞാൻ അതൊക്കെ തപ്പി എവിടെയൊക്കെ പോയിട്ടോ. ശരിക്കും ഇതിപ്പം മേക്കപ്പ് അല്ലെങ്കിൽ കോസ്റ്റ്യൂം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ? ഇപ്പൊ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാൻ നോക്കും എപ്പോഴും വില്ലൻസ് ഒക്കെ ചെയ്യുമ്പോൾ. ഒരു ബ്ലാക്ക് ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാൻ നോക്കും. പെയിൽ ആയിട്ടുള്ള ഒരു ഫേസ് വെക്കാൻ നോക്കും. മുടിയൊക്കെ ബാക്കിലോട്ട് മൊത്തത്തിലുള്ള തേച്ച് വയ്ക്കും, എണ്ണയൊക്കെ തേച്ച് ഒരു വില്ലൻ ലുക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എന്റെ മുഖത്ത് കോമഡി കൂടുതൽ വരും. എന്റെ ചിരി ഇത്തിരി ഊളച്ചിരി ഫ്രണ്ടിലെ പല്ല്. അപ്പം ചിരി അത് ഇങ്ങനെ കോമഡി ചിരിയാണ് എൻ്റെ. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നോക്കും. പരമാവധി ഞാൻ എല്ലാം എഫേർട്ട് ഇടും ആ വീഡിയോക്ക് നല്ലൊരു വില്ലൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ദേഷ്യം തോന്നാൻ വേണ്ടിയിട്ടും. അത് കാണുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് വില്ലൻ ചെയ്യുമ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ സക്കീർ ഭായിയുടെ ഒക്കെ വീഡിയോ ചെയ്യില്ലേ, അതൊക്കെ ഞാൻ ട്രൈ ചെയ്യും. ഈ ഇപ്പം കോമഡി ആൻഡ് വില്ലൻ ഈ രണ്ടും ചെയ്യാൻ ഇഷ്ടമാന്ന് പറയണോ? ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് എന്താ? റൊമാൻസ് വരില്ല. ആക്ച്വലി ഐ എം എ വെരി റൊമാൻറ്റിക് പേഴ്സൺ, ബട്ട് ലൈക്ക് ഫേസിൽ വരില്ല. ഫേസിൽ വരില്ല എന്താന്നറിയില്ല. ഞാൻ പക്ഷെ ഇപ്പൊ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ പക്ഷെ ഓൾറെഡി ഞാൻ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോമഡി ആൻഡ് വില്ലനാണ് എനിക്ക് പറ്റാന്നുള്ളതല്ല, അതാണ് ബെസ്റ്റ് ആയിട്ട്. അതുകൊണ്ട് ആരും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഇപ്പൊ ഇച്ചിരി പാട്ടൊക്കെ പാടി ഇട്ടാലും അവർക്കത് വേണ്ട. അവർക്കതാണ് വേണ്ട. അവർക്ക് വേണ്ട ഇത്. അവർക്ക് ആ സഞ്ചിയും പൊക്കി ആ കണ്ണടയും വെച്ച് ആ ട്രൗസർ പരിപാടികൾ അതെന്നെ വേണോ. വേറെ ഒന്നും ഇട്ടാലും അവർക്ക് ഇത് വേണ്ട. പക്ഷെ ആളുകളെ ചിരിപ്പിക്കാന്ന് പറയുന്നതല്ല ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറയുന്ന കാര്യം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് കോമഡി ആയില്ലെങ്കിൽ അത് ആളുകൾ ട്രോളും, നന്നായിട്ട് ട്രോളും. സോ അതെങ്ങനെയാ ഈ പണ്ടേ ഇങ്ങനെ ഭയങ്കര ആളുകളെ ചിരിപ്പിക്കുക? ഇല്ല, ആദ്യമൊക്കെ ഇല്ല, നോർമൽ വീഡിയോസ് ആയിരുന്നു. സാധാരണ രീതിയിൽ മഞ്ജു മാമിൻ്റെ ഒക്കെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നോർമലായിട്ട് ചെയ്തിടുക. പക്ഷേ പിന്നീട് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ സൈലൻ്റ് ആയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞതാണ്, ഒന്ന് ആക്റ്റീവ് ആവാൻ പറഞ്ഞപ്പോഴാണ് ഒരു ചുമന്ന നൈറ്റ് ഒക്കെ ഇട്ട് ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത്. ഒരു സിംഹം, അതൊന്ന് ഭയങ്കര റീച്ചിൽ പോയ വീഡിയോ. അങ്ങനെ കിട്ടുന്നത് അതാണ് ഭയങ്കര റീച്ചിൽ പോയത്. അതിനുശേഷമാണ് ഓക്കെ ഇത് നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കോമഡീസ് എടുക്കാൻ തുടങ്ങി. ഇപ്പം എനിക്ക് കോമഡി ഓഡിയോ ഇല്ല. ഞാൻ ഇപ്പം പണ്ടത്തെ പോലെ മനസ്സിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കണ കോമഡി വരുന്നില്ല. ഞാൻ പഴയ തന്നെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പൊ ഇന്നസെന്റ് സാറിന്റെ ഒക്കെ ഒരു വീഡിയോ ഇളക്കണതൊക്കെ എന്ത് രസമാണ്. നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ അങ്ങോട്ട് ത്വരയാ, ചോറിട എന്നൊക്കെ പറയത്തില്ലേ. പക്ഷെ അതൊരു ഇപ്പത്തെ കോമഡി ഇപ്പൊ കൗണ്ടേഴ്സ് അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ.
ഇപ്പോൾ ആ ഒരു കോമഡി തന്നെ ഇപ്പൊ നമ്മുടെ സലീം കുമാറിന്റെയും ദിലീപേട്ടൻ്റെ ഒക്കെ കല്യാണരാമൻ സീൻസ് ഒക്കെ വരുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തിയൊന്നും ഇപ്പൊ എനിക്ക് അങ്ങനെ ഇപ്പത്തെ കോമഡീസിന് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കും, ഇവരെ തന്നെ. അതാണ് എനിക്കിഷ്ടം. എനിക്ക് ആ 90s തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ സിനിമയുടെ ഇഷ്ടമുള്ള അവിടെയുള്ള സമയത്ത് പല റിലീസ് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഞാൻ എല്ലാ പടം ലാലേട്ട പടമാണെങ്കിൽ ബുക്ക് ചെയ്ത് ഞാൻ പോയി കാണും. ബാക്കി സിനിമകളായാലും ഞാൻ പോയി OTT പ്ലാറ്റ്ഫോം ആണെങ്കിലും അല്ല. ഇപ്പൊ ലാലേട്ട പടമാണ് ഞാൻ ഫസ്റ്റ് പോയി കാണാം. അതാണെങ്കിൽ ഞാൻ ജോലി ഉണ്ടെങ്കിൽ സിക്ക് അടിക്കും, അതൊക്കെ അടിക്കും, കോളേജൊക്കെ കട്ട് ചെയ്തു അതൊക്കെ ചെയ്യും. ലാലേട്ട പടമാണെങ്കിൽ അത് ഏത് പടമാണെങ്കിലും പോയി കാണും. ബാക്കിയുള്ളവരുടെ പടം കാണില്ല എന്നല്ല പറഞ്ഞത്, ബാക്കിയുള്ളവരുടെ പടവും കാണും. പക്ഷെ എനിക്ക് ഇപ്പൊ തുടരും വന്നപ്പം അതൊരു ഒത്തിരി നാളത്തെ കാത്തിരിപ്പായിരുന്നു. അപ്പൊ അത് കണ്ടു. പിന്നെ എല്ലാ പടങ്ങളൊക്കെ നമുക്ക് അവൈലബിലിറ്റി ഞാൻ നോക്കും. പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഫയർ TV സ്റ്റിക്ക് ഉണ്ട്, അതിൽ വരുമ്പോൾ വരും. പിന്നെ ജോലി ഉണ്ടല്ലോ, അപ്പോൾ ഒന്നും ഇഷ്ടത്തിന്റെ ബേസിൽ, മറ്റൊന്ന് നമുക്ക് പറ്റുന്ന രീതിയിൽ. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ആങ്കർ ആവണമെന്ന് ആഗ്രഹിച്ച ഒരാള് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച ആള് അത്രയും പാഷനേറ്റ് ആയിട്ട് പലരിടത്തും ആങ്കറിങ്ങിനായാലും ആക്ടിങ്ങിനായാലും ഒക്കെ ആഗ്രഹം കൊണ്ട് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് പെട്ടെന്ന് കാനഡയിലേക്ക് പോവാ കല്യാണത്തിന് ശേഷം. സോ ആ ഒരു ഡിസിഷൻ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പെയിൻഫുൾ ആയിരുന്നു? ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ ഓഡീഷൻസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മോളെയും വെച്ചിട്ട് ഞാൻ ഓഡീഷൻസിനൊക്കെ പോകും. കുറെ ഷോസിനൊക്കെ നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് വരെ എടുക്കും. എന്നിട്ട് നമുക്ക് സൈസ് ഇല്ല എന്ന് പറയുന്നത്. ലൈക്ക് ഞാൻ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയ ഒരു ലുക്കില്ല. ഞാൻ എപ്പോഴും കുഞ്ഞായിട്ടല്ലേ, ഇപ്പോഴും ഞാൻ ചെറുതായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അന്ന് ഇപ്പം ഞാൻ ഒന്നൊരു ഷോയ്ക്ക് പോയിട്ട് ഇപ്പം ലാസ്റ്റ് സ്റ്റേജ് വരെ എല്ലാം ആയിട്ട് ഇവർ നമ്മുടെ ഷൂട്ടൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു നമ്മളെടുത്തില്ല, അവർ വേറെ ആൾക്കാരെ ആഡ് ചെയ്തിട്ട് എടുത്തു. പിന്നീട് ആ ഒരു പ്രോഗ്രാമിൻ്റെ അവിടെ തന്നെ ഞാൻ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്, ആ ഒരു ഷോയിൽ അവിടെ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി നമ്മുടെ ലുക്സും ഭയങ്കര മാറ്റേഴ്സാണ് പണ്ടത്തെ കാലത്ത്. അപ്പം മാരേജ് കഴിഞ്ഞിട്ടും എനിക്ക് ഞാൻ ഇൻ്റർവ്യൂസ് അല്ല മീൻസ് ലൈക്ക് ഓഡീഷൻസിനൊക്കെ ഞാൻ ഒത്തിരി പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ചെറിയ കുട്ടിയെ പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടം അഭിനയിക്കാന്ന് പറയുന്നത്. അതൊരു ഫോണൊക്കെ കിട്ടിയതിന് ശേഷമാട്ടാ. എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ചേട്ടൻ തന്ന ഫോണാണ് ഫസ്റ്റ് ഫോൺ. അപ്പൊ ആ ഫോൺ വെച്ചിട്ട് എൻ്റെ ചെറിയ റൂമിൽ വെച്ചിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. അന്ന് ഡബ് സ്മാഷ് ഫേസ്ബുക്ക് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചെറുതായിട്ട് വീഡിയോ ചെയ്തിടും. അപ്പൊ എല്ലാവരും ഇങ്ങനെ പറയും ഇത് എന്തിട്ട് വെറുപ്പിക്കില്ലെന്ന് ചോദിക്കും. ശരി, ഇന്നത്തെ സ്വീകാര്യം ആ സമയത്ത് കിട്ടില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു തോന്നൽ, ഞാൻ എന്നാലും ഇടും. പക്ഷെ പിന്നെ ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന വരുമാനം വേണ്ടേ വീട്ടിലോട്ട്. ഞാൻ ഞാൻ എൻ്റെ ഫാമിലി എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ചേട്ടൻ്റെ ഫാമിലി ചേട്ടൻ. അപ്പൊ എനിക്ക് ഇതും പാഷൻ ഒരു സൈഡിൽ, വീട്ടിലെ വരുമാനം വേറെ സൈഡിൽ, അനിയൻ പഠിക്കണു, പിന്നെ നമുക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും കയറണ്ടേ. അപ്പോൾ വിചാരിച്ചു എന്നാ പിന്നെ നമ്മളിനി അത് കഴിഞ്ഞു. അതിൻ്റെ കുറേ നടന്നു. കുറേ ഷോസിന് പിന്നാലെ, റിയാലിറ്റി ഷോയ്ക്ക് പിന്നാലെ നടന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒന്ന് കയറിപ്പറ്റി ഞാൻ കയറിപ്പോളാം, ഒന്നൊന്ന് കയറ്റി വിട്ടാൽ എവിടെയെങ്കിലും ഒന്ന് കയറിപ്പറ്റി പിന്നെ ഞാൻ കയറിപ്പോവും. പക്ഷെ അത് കയറാനുള്ളൊരു യോഗം ഉണ്ടായില്ല. പക്ഷെ അന്ന് ഇത്രയും ഇതില്ലല്ലോ, നമ്മുടെ ഇത്രയും എക്സ്പോഷർ ഇല്ലല്ലോ. ഇല്ലെങ്കിലും നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ടാലന്റ്. ഇപ്പൊ ഞാൻ പറയും എന്റെ ഇൻസ്റ്റയിലെ പിള്ളേർക്ക് കൊത്തിപ്പതിക്കാൻ ഇട്ട് കൊടുക്കട്ടെ. അവര് ഭയങ്കര ടാലന്റഡ്, അവർക്ക് ഇല്ല കാര്യങ്ങൾ വെച്ചിട്ട് അവർ മാക്സിമം they just give a vibe that support. എനിക്കിപ്പോ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ, ഞാനിതിപ്പോ അവരെ പൊക്കി പറയണമെന്നല്ല, എനിക്ക് എൻ്റെ ഫാമിലിനേക്കാളും എൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ചുറ്റുപാടുള്ള ആൾക്കാരെക്കാളും എനിക്കൊരു സപ്പോർട്ട് തന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത, ഞാൻ ഇതേവരെ നേരിട്ട് കണ്ടാത്ത കുറേ നെയിമുകളും കുറേ പിക്ചേഴ്സുകളാണ്, കുറേ ആൾക്കാരാണ്. അവരും പിന്നെ ഇപ്പം ഫേസ്ബുക്ക് ഇപ്പം ഞാൻ റീസെൻ്റ്ലി ആണ് ഫേസ്ബുക്കിൽ ഇട്ടത്, അവരുമാണ്. പിന്നെ ടിക്ടോക്ക്, ഓഫ്കോഴ്സ് ഞാൻ ടിക്ടോക്കിൽ നിന്ന് വന്ന അവരും അത്ര പേരാണ്. ഡു യു നോ ഹൗ ദേ കീപ് മീ ലൈക്ക് ദിസ്? അവരെന്നെ ഇങ്ങനെ കയ്യിലെ കൊണ്ടെടുക്കുന്നത്. എനിക്കൊരു നെഗറ്റീവ് കമൻസ് ഇടാൻ സമ്മതിക്കത്തില്ല. എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ വെരി പാമ്പേർഡ്. അതുകൊണ്ട് ഇപ്പം ഇതൊരു വെർച്വൽ വേൾഡ് ആണ്, ദാറ്റ്സ് ഓക്കെ. ബട്ട് ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹോപ്പും ഒരു ഇതൊക്കെ വേണ്ടേ നമുക്ക് ലൈഫില്. നമ്മളെ ഇഷ്ടപ്പെട്ട എത്ര പേരുണ്ടെന്നൊക്കെ പറയുമ്പം ഞാൻ ഏതെങ്കിലും ഒരു ഇപ്പൊ ടിക്ടോക്കിലൊക്കെ ആകുമ്പോൾ ലൈവ് ഗെയിംസ് ഒക്കെ നല്ല സജീവാണ്. ടിക്ടോക്ക് റവന്യൂ ആണ്. അപ്പം അവിടെയൊക്കെ ചെന്ന് ഏതെങ്കിലും ഒക്കെ ലൈവിലൊക്കെ പോയാലും അമ്മച്ചി എന്നൊക്കെ പറയുമ്പോൾ
അപ്പൊ അതൊരു ഇഷ്ടമാണ്. എല്ലാവരും സ്നേഹത്തോടെ അമ്മച്ചി തന്നെയാണ് വിളിക്കുക. എല്ലാവരും അമ്മച്ചിന്നാ. എനിക്ക് എന്റെ പേരെ വിളിക്കുന്നത് ഇഷ്ടം, അമ്മച്ചി. ഞാൻ ഓൾറെഡി ചില നോട്ടൊക്കെ എഴുതിയിട്ട് നിങ്ങളുടെ സ്വന്തം അമ്മച്ചി അങ്ങനെ അമ്മച്ചി, എല്ലാവരും അമ്മച്ചിന്ന് വിളിക്കാം. അപ്പൊ ഞാൻ പറയും ഇപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് പറയും എനിക്ക് പ്രപ്പോസൽസ് ഒന്നും വരുന്നില്ല. ഞാനിങ്ങനെ വെറുതെ പറയും. അപ്പൊ പറയും ഓ അമ്മച്ചിന്ന് പേരിട്ടിട്ട് ഞങ്ങൾ എങ്ങനെ വന്ന് പ്രപ്പോസ് ചെയ്യാൻ അപ്പൊ തള്ളേ പറയും. അങ്ങനെ ഇതൊക്കെ ഏതൊരു ഫണ്ണായിട്ട് പറയണതാണ്. മനസ്സിലായി. അപ്പൊ അങ്ങനെ അപ്പൊ ലൈക്ക് ദ സപ്പോർട്ട് ഈ ഒരു 3 പ്ലാറ്റ്ഫോം എനിക്ക് തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒന്നിനും, അതായത് ഒരു ബോഡി ഷേമിങ് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയാ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഒക്കെ ചെയ്തപ്പോൾ എന്ത് വെറുപ്പിക്കലാടി എന്നൊക്കെ പറഞ്ഞവരുടെ മുന്നിലേക്ക് അവര് സ്റ്റോറി ഇടുന്ന രീതിയിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ വീഡിയോസ്. അതിന് ഇവര് ഭയങ്കര ലൈക്ക് മൈ ഫാമിലിയാണ്. എനിക്ക് അതായത് ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ദേ ലൈക്ക് എ ഫാമിലി. ബിക്കോസ് എന്റെ പ്രൊഫൈൽ നോക്കിയാൽ എനിക്കൊരു നെഗറ്റീവ് കമന്റ്സ് ഇല്ല, 1 or 2 ഒക്കെയാണ്. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഒരാളെ മൈൻഡാക്കണ്ട. അതും ഓൾറെഡി 2 അക്കൗണ്ടിലും പെട്ടെന്നാണ് റീച്ച് വന്നിട്ടുള്ളത്. കാരണം അവര് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട്. അത് ഒരെണ്ണം 2000K വെച്ചിട്ട് 2000 ഫോളോവേഴ്സ് വെച്ചായിരുന്നു ഒരു ദിവസം കൂടിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇത്രയും ഫോളോവേഴ്സ് റീച്ച് വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് അത് ബോട്ട് ഫോളോവേഴ്സ് എന്നുള്ള രീതിയിൽ അത് ബാൻ വന്നു. പക്ഷെ അതെല്ലാം അങ്ങനെയല്ല, അത് ശരിക്കും റീച്ച് കയറിയതാണ്. പക്ഷെ ഇൻസ്റ്റാഗ്രാം തന്നെ ബാൻ ഇട്ടു, ഷാഡോ ബാൻ എന്ന് പറഞ്ഞാൽ. ഷാഡോ ബാൻ ഇടുമ്പോൾ പിന്നെ അവർ നമ്മുടെ പ്രൊഫൈൽ ഒന്ന് ഹൈഡ് ചെയ്തിടും. പിന്നെ കുറച്ചാൾ പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാണ്ടേ, അപ്പൊ ബാഡ് പോയി തിരിച്ചു വന്നു. പിന്നെ ഞാൻ ഇപ്പൊ 2 അക്കൗണ്ട് ഉണ്ട്, ഒന്ന് പോയി അടുത്തിൽ ഞങ്ങൾക്ക് എപ്പോഴും പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഈ സപ്പോർട്ട് പലർക്കും കിട്ടാറില്ലേ? കാരണം ഇത്രയധികം ജെന്യൂൻ ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് ഈ പറയുന്ന നെഗറ്റീവ് ഒന്നും ഇടാതെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുന്നത് പറയുന്നത് വലിയ ഭാഗമാണ്. ഞാൻ മിണ്ടണ്ട, എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അവര് ചോദിക്കും. ഇപ്പൊ എന്നാ നീ പോയി ഇപ്പൊ നീ ഇത് ചെയ്ത് ശരിയായില്ല, എന്നാ നീ പോയി ചെയ്ത് കാണിക്കും. ഞാൻ മിണ്ടേണ്ട ആവശ്യമില്ല. എന്റെ ചേട്ടനൊക്കെ വന്ന് ചോദിക്കണ പോലെയാണ്, എന്നാ നീ ചെയ്ത് കാണിച്ചിട്ട് ചേച്ചിയെ കാണിച്ചു കൊടുക്ക്. അപ്പൊ അതൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് വേണ്ടിയിട്ട് ദേ ആർ ടോക്കിംഗ്, റൈറ്റ്? അതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് സന്തോഷമാണ്, അതൊരു വലിയ സന്തോഷം തന്നെയാണ്. സപ്പോർട്ട് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഒരു ബാഡ് അത് PM വന്നിട്ട് ഒരു മോശം കമന്റ്, ഒരു പേഴ്സണൽ മെസ്സേജോ ഒന്നും ചെയ്യില്ല. അമ്മച്ചേ ഒരു ഞാൻ പിന്നെ അവർ പറയുന്ന ഇപ്പൊ എന്തെങ്കിലും എന്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചാലും ഇവരൊക്കെ ചേച്ചി സ്റ്റോറി ഇടും, അതിനെന്താ കൊള്ളാം, അതിനെന്താ. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഇനിയും വീഡിയോസ് വരണം, ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യണം. ആൻഡ് ഇപ്പം നടന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ബിഗ് സ്ക്രീനിൽ കാണണം. അതിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പം ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയത്. ഇനിയും അടിപൊളിയായിട്ട് വീഡിയോസ് ചെയ്യാം, തിരക്കൊക്കെ മാറ്റിയിട്ട്. ഇനിയിപ്പോ ഫുൾ കോൺസെൻട്രേറ്റ് നമ്മുടെ ഡ്രീമിന്റെ പുറകെയാണല്ലോ. അവിടെ എന്റെ അമ്മയ്ക്ക് ഉണ്ട്, അതപ്പൊ തന്നെ വിറക് മൊത്തം കീറിട്ട് വെച്ചേക്കോ. അല്ല എല്ലാം കോമഡി ആയിട്ട് പറയണതാട്ടാ, മനസ്സിലായി? ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന ടൈപ്പായി. ഇതാണ് ഗീതു, ഇതാണ് ഇങ്ങനെയാണ്, ഇതാണ് ഞങ്ങൾക്ക്. എനിക്ക് അങ്ങനെ ഉള്ളിൽ കുറച്ച് റിസർവ്ഡ് ആയിട്ട് സംസാരിക്കാനും പ്രൊഫഷണൽ ആയിട്ട് സംസാരിക്കാനൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഇങ്ങനെയാ സംസാരിക്കുക. ചിലപ്പോ ഇതിലിപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ഇത് ഇങ്ങനെ വേണം. ഇങ്ങനത്തെ ആളുകൾ ഭയങ്കര കുറവാ. ഇപ്പൊ എനിക്ക് ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോ പാലക്കാടിലും തൃശ്ശൂരിലും കോഴിക്കോടിലൊക്കെ സംസാരിക്കുന്ന കാരണം കൊണ്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. എന്തേനു എന്തുട്ടണ്ടാ എല്ലാം പോകും. ഇതെല്ലാ രീതിയിൽ ഇപ്പൊ ഒരു ലൈവില് ഞാൻ ചുമ്മാ ലൈവ് എന്ന് എന്തുകൊണ്ടാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടിക്ടോക്ക് ആണ് ലോകം, ഇവിടെ ഇൻസ്റ്റാ അതൊക്കെയാണ്, ഞങ്ങൾക്ക് ടിക്ടോക്ക് ആണ് ലോകം. അപ്പൊ അവിടെ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരോട് സംസാരിച്ച് ഓരോ ലൈവിലേക്ക് ചെല്ലുമ്പോൾ ഇന്ന ഭാഷയാണ്. എനിക്കെല്ലാം വരും, അവര് സംസാരിക്കുമ്പോൾ അപ്പൊ അതന്നെ വരും. തൃശ്ശൂര് സംസാരിക്കുമ്പോൾ തൃശ്ശൂര് വരും. അങ്ങനെയാണ്, അത് അങ്ങനെ ആയിപ്പോയി. സ്ഥിരമായിട്ടൊരു ലാംഗ്വേജ് ഇല്ലാണ്ട് എല്ലാം മിക്സ് ആയി. അപ്പൊ നീ എന്നോട് കൊച്ചി, ഞാൻ കണ്ണൂര് എനിക്ക് തരാട്ടാ. അപ്പൊ അങ്ങനെയൊക്കെ ചെറിയതായിട്ട് വരും. ഇപ്പൊ വരില്ല, പക്ഷെ ഞാൻ കോമൺലി എല്ലാവരുടെ ലാംഗ്വേജ് സംസാരിക്കും. ഓക്കെ, ഇപ്പൊ ഇതുപോലെ ഒരുപാട് ലാംഗ്വേജിൽ സംസാരിക്കാൻ സിനിമകളിൽ ക്യാരക്ടേഴ്സ് വരട്ടെ എന്നൊക്കെ ഞാൻ വിഷ് ചെയ്യാണ്. ഒരുപാട് സന്തോഷം സംസാരിക്കാനും കാണാനൊക്കെ പറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.